നിന്റെ കയ്യിലിരിക്കുന്ന കടലാസ് എന്താണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? ഇത് അച്ഛന്റെ മകൻ എനിക്ക് അയച്ച ഡൈവോഴ്സ് നോട്ടീസാ. ഓ, നിനക്കത് കിട്ടിയോ? ഒരു നല്ല വക്കീലിനെ കൊണ്ട് ഡിവോഴ്സ് നോട്ടീസ് അയപ്പിക്കണമെന്ന് അവനോട് പറഞ്ഞത് ഞാനാ. അത് ശരി. അപ്പൊ എല്ലാരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയാണല്ലേ? അത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലല്ലേ? നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ ആക്രി വിലയ്ക്ക് വിൽക്കും, അതല്ലെങ്കിൽ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയും. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ഇപ്പൊ പറഞ്ഞതാ. അപ്പോ എന്റെ ഭർത്താവിന് മറ്റൊരു വിവാഹം കഴിച്ചു കൊടുക്കാൻ അച്ഛൻ തീരുമാനിച്ചു അല്ലേ? ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാ അവനെ കൊണ്ട് നിർബന്ധിച്ച് നിന്നെ വിവാഹം കഴിപ്പിച്ചത്. ഇപ്പോ ഞാൻ ആ തെറ്റ് തിരുത്താൻ പോവാ. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാ നിന്റെ കയ്യിലിരിക്കുന്ന ഈ ഡിവോഴ്സ് നോട്ടീസ്. ഓഹോ, നിനക്കും കരയാനൊക്കെ അറിയാമോ? എല്ലാവരെയും കരയിക്കുക മാത്രമല്ലേ നീ ഇതുവരെ ചെയ്തിട്ടുള്ളത്? അച്ഛൻ എന്നോട് ക്ഷമിക്കണം, തെറ്റു പറ്റിപ്പോയി. നിന്റെ ഈ അഭിനയം ഞാൻ കുറെ കണ്ടതാ. അന്നെനിക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോ ഈ കരച്ചിലിൽ ആത്മാർത്ഥതയുടെ ഒരു കണിക പോലും ഇല്ലെന്ന് എനിക്ക് തിരിച്ചറിയാം. എത്ര വലിയ കുറ്റവാളിക്കും നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? പോയല്ലോ. മിക്കവാറും നാളെ അർച്ചനടുത്ത് ഡിസ്ചാർജ് ചെയ്യും. അർച്ചനയും കുഞ്ഞും ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും ആരും സംസാരിച്ചില്ലേ? ഇല്ല, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇപ്പോഴത്തെ അവസ്ഥയില് നെല്ലിശ്ശേരിയിലേക്ക് വരാതെ വൃന്ദാവനത്തിലേക്ക് പോകുന്നതന്നെ നല്ലത്. വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇവിടേക്ക് വരുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? അച്ഛ, അങ്ങനെ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടല്ല. സാധാരണ അതാണല്ലോ ചടങ്ങ്. ആചാരവും ചടങ്ങും ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇവിടെ അർച്ചനയെ നോക്കാൻ എല്ലാവരും ഉണ്ടല്ലോ. അച്ഛനിങ്ങനെ ഇമോഷണലായിട്ട് കാര്യമില്ല. അർച്ചനയുടെ ആരോഗ്യം നല്ലതുപോലെ നോക്കേണ്ടതുണ്ട്. ഇവരാരും അതിന് പറ്റില്ലല്ലോ. അതിന് അർച്ചനയുടെ അമ്മ തന്നെ വേണം. വൃന്ദാവനം വിട്ടിട്ട് അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? അതുകൂടി നമ്മൾ നോക്കണ്ടേ? ഞാനിതിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല. എന്നാലും സന്ദീപ് പറഞ്ഞു തന്നെ ശരിയെന്നാ എനിക്ക് തോന്നുന്നത്. ശരി, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഞാനായിട്ട് വാശിയൊന്നും പിടിക്കുന്നില്ല. അച്ഛൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചു ദിവസം കഴിയുമ്പോ അർച്ചനടുത്തേയും കുഞ്ഞും ഇങ്ങോട്ട് തന്നെ വരില്ലേ? നെല്ലിശ്ശേരിന്ന് പ്രതിസന്ധികളെല്ലാം ഒഴിഞ്ഞു പോയില്ലേ? അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചുണ്ടാവട്ടെ എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. അതുമാത്രമല്ല, അർച്ചനടുത്തിയോടുള്ള കുറച്ച് സ്നേഹക്കൂടുതലും അതിന്റെ കൂട്ടത്തുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ലേ? താനങ്ങനെ വെറുതെ കരയുന്ന ആളല്ലെന്ന് എനിക്കറിയാം. ഇവിടെ ഇപ്പോ തന്നെ കരയിക്കാനായിട്ട് ഒന്നും ഉണ്ടായിട്ടുമില്ല.
എന്നിട്ട് തന്റെ കണ്ണ് നിറയണമെങ്കിൽ അതിലെന്തോ ഉണ്ട്. എനിക്ക് ജോലിയുണ്ട്. ദേ, എന്ത് ജോലിയായാലും എന്നോടത് പറഞ്ഞിട്ട് ചെയ്താൽ മതി. പറ, എന്താ തന്റെ വിഷമം? നമ്മുടെ മോളെ ഓർത്ത്. അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ വിഷമം. എടോ, മോളുടെ കാര്യത്തിൽ എന്താ ഇത്ര വിഷമിക്കാനുള്ളത്? നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. സന്ദീപേ, ഇത്രയും നാളും മറ്റൊരു കുഞ്ഞിനെ നമ്മുടെ കുഞ്ഞായിട്ട് വളർത്തി. നമ്മുടെ യഥാർത്ഥ കുഞ്ഞ് ഏതാണെന്ന് നമുക്കിപ്പോഴാ മനസ്സിലായത്. അവളെ ഞാനിത് സ്നേഹിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനെന്താ കുഴപ്പം? നമ്മുടെ മകളെ തനിക്ക് എത്ര വേണമെങ്കിലും സ്നേഹിക്കാലോ. എടോ, താൻ പ്രസവിച്ച കുഞ്ഞല്ലേ അവള്. അവളെ സ്നേഹിക്കുന്നതിന് തന്നെ ആരാ തടസ്സപ്പെടുത്താൻ വരുന്നേ? ഞാൻ പറയുന്നത് എന്താണെന്ന് സന്ദീപിന് ഇനി മനസ്സിലായിട്ടില്ല അല്ലേ? പ്രസവിച്ചത് ഞാനാണെങ്കിലും ഇത്രയും നാളും അവളെ വളർത്തിയത് അച്ചുചേച്ചിയാ. അച്ചുചേച്ചി എങ്ങനെയാ അവളെ നോക്കിയത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ഒരു നിമിഷം പോലും ചേച്ചിക്ക് കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ കഴിയുമായിരുന്നില്ല. അത് ഓർക്കുമ്പോഴാ എന്റെ പേടി. താനിപ്പോ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ കുഞ്ഞാ, നമ്മൾ വളർത്തും.